ഷുഗർ കുറക്കാനായിട്ട് ഉലുവ വെള്ളം ശീലമാക്കുന്നവരുണ്ട്. ഉലുവ ഷുഗർ കുറക്കാനും അതുപോലെ തന്നെ ഷുഗർ നിയന്ത്രിച്ച് കൊണ്ടുപോകാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള ഗുണങ്ങൾ ഉലുവ കാരണം കിട്ടും. അതെന്തൊക്കെയാണ്? ഉലുവ വെള്ളം കുടിക്കാൻ പാടില്ലാത്ത കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. അത് ആരൊക്കെയാണ്? ഇതെല്ലാമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ഫാത്തിമ തഷ്ഫിന, ഡോക്ടർ ഹിബാസ് ആരോഗ്യ ക്ലിനിക്, പെരിന്തൽമണ്ണ. ഷുഗർ കുറക്കാനായിട്ട് ഉലുവ വെള്ളം ശീലമാക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും ഉലുവ ഷുഗർ കുറക്കാനും അതുപോലെ തന്നെ ഷുഗർ നിയന്ത്രിച്ച് കൊണ്ടുപോകാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ഇതുകൂടാതെ നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള ഗുണങ്ങൾ ഉലുവ കാരണം കിട്ടും. അതെന്തൊക്കെയാണ്? അതുപോലെ തന്നെ ഉലുവ വെള്ളം കുടിക്കാൻ പാടില്ലാത്ത കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. അത് ആരൊക്കെയാണ്? ഇതെല്ലാമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഉലുവ ഷുഗർ കുറക്കാൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഉലുവയിൽ അടങ്ങിയിട്ടുള്ള കുറച്ച് സൊല്യൂബിൾ ഫൈബേഴ്സ്, ഗാലക്ടോമാനൻ എന്ന ഒരു സൊല്യൂബിൾ ഫൈബർ ഷുഗർ സ്പൈക്ക് കുറക്കാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിൽ ഗ്ലൂക്കോസ് വളരെ പതുക്കെയാണ് ബ്ലഡിലോട്ട് റിലീസ് ചെയ്യുന്നത്. അത് കാരണം കഴിച്ച ഉടനെയുള്ള ഷുഗർ സ്പൈക്ക് കുറക്കാൻ വേണ്ടി ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഇൻസുലിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നുണ്ട്. ഈ ഉലുവയിൽ അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ്സ്, അതായത് 4-ഹൈഡ്രോക്സി ഐസോല്യൂസിൻ എന്ന് പറഞ്ഞൊരു അമിനോ ആസിഡ്, ഇത് ഗ്ലൂക്കോസ് അതായത് ബ്ലഡ് ഷുഗർ മാനേജ്മെൻറ്റിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു കണ്ടൻ്റാണ്. ഇനി ഷുഗർ കൺട്രോൾ ചെയ്യാൻ മാത്രമല്ല, നിങ്ങൾ ശരീരത്തിലെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഉലുവ വെള്ളം ശീലമാക്കുന്നത് നല്ലതാണ്. ബ്ലഡ് ഷുഗർ മാനേജ് ചെയ്യാൻ മാത്രമല്ല, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടും ഈ ഉലുവ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഉലുവയിൽ അടങ്ങിയിട്ടുള്ള സ്റ്റിറോയിഡൽ സാപ്പോണിൻസ് നിങ്ങളുടെ കൊളസ്ട്രോളിൻ്റെ ലെവൽ ഒരു നല്ല രീതിയിൽ കൺട്രോളായി പോകാനും, LDL കൊളസ്ട്രോൾ അതായത് ചീത്ത കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്, ഇത് കുറക്കാൻ വേണ്ടി നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങൾ ഹോർമോണൽ കാര്യങ്ങൾക്ക്, ഹോർമോൺ റെഗുലേഷന് വേണ്ടിയിട്ടും ഉലുവ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ നിങ്ങൾ വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവരോ അല്ലെങ്കിൽ ബെല്ലി ഫാറ്റ് കുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണെന്നുണ്ടെങ്കിലും അവർക്ക് ഉലുവ വെള്ളം ശീലമാക്കാം. കാരണം നിങ്ങൾ ഉലുവ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡൈജഷന് സ്ലോ ആക്കുകയും പെട്ടെന്നുള്ള വിശപ്പ് കുറക്കുകയും അനാവശ്യമായിട്ടുള്ള സ്നാക്കിങ് ആ കാര്യങ്ങൾ കുറക്കുകയും ഉലുവ വെള്ളം കുടിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്. ഇതുകൂടാതെ തന്നെ ഗ്യാസിൻ്റെ, ബ്ലോട്ടിങ് ഇഷ്യൂസ്, അതുപോലെ കോൺസ്റ്റിപ്പേഷനായിട്ട് ബുദ്ധിമുട്ടുന്നവർ, ഇവർക്കൊക്കെ ഉലുവ വെള്ളം ശീലമാക്കുന്നത് നല്ല രീതിയിൽ അത് മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. ഇതുകൂടാതെ തന്നെ വിവിധ തരം മെറ്റബോളിസം, പ്രത്യേകിച്ച് ഹോർമോൺ റെഗുലേഷന് വേണ്ടിയിട്ടും ഈ ഉലുവ വെള്ളം ശീലമാക്കുന്നത് നല്ലതാണ്. ഈ ഉലുവ വെള്ളം കുടിക്കാൻ പാടില്ലാത്ത കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. അത് ആരൊക്കെയാണ്? മെയിനായിട്ട് പറയുന്നത്, ഒന്നാമത് ഗർഭിണികൾ ഉലുവ വെള്ളം നല്ല രീതിയിൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് യൂട്രൈൻ കൺട്രാക്ഷന് കാരണമാവുകയും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഷുഗറിന് ഹൈ ഡോസിൽ മെഡിസിൻസ് കഴിക്കുന്നവർ ഒരു ഗ്ലാസ് കൂടുതൽ ഉലുവ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഷുഗർ കുറയാനും ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് നയിക്കാനും കാരണമാവുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ ശ്രദ്ധിക്കുക, ഒരു ഗ്ലാസ്സിൽ കൂടാതെ നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചിലർക്ക് ഉലുവ അലർജി ഉണ്ടാവാം. പ്രത്യേകിച്ച് ഈ കടല പോലെയുള്ള കാര്യങ്ങൾ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉലുവയും അലർജി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരം ആളുകൾ അലർജി ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇത്തരം കാര്യങ്ങൾ കുടിക്കുക. അതുപോലെ തന്നെ സർജറി കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ സർജറിയുടെ ഡേറ്റ് നിശ്ചയിച്ച ഒരു 2 ആഴ്ച മുമ്പെങ്കിലും നിങ്ങൾ ഈ ഉലുവ വെള്ളം കുടിക്കുന്നത് കുറയ്ക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതുണ്ട്. അതായത് ബ്ലഡ് കട്ട പിടിക്കുന്നത് കുറക്കുന്ന ഒരു ടെൻഡൻസി കൂടി ഈ ഉലുവയ്ക്കുണ്ട്. അപ്പോൾ ഇത്തരം സർജറീസ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച മുമ്പ് ഉലുവ വെള്ളം കുടിക്കുന്നത് നിർത്തുക. അതേപോലെ തന്നെ സർജറിയുടെ റെസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം, മുറിവ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ഉലുവ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണ് ഉലുവ വെള്ളം കുടിക്കേണ്ടത് എന്നുള്ളത്, ഏത് രീതിയിലാണ് അത് കുടിക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഒരു സ്പൂൺ ഉലുവ തലേ ദിവസം ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം അടുത്ത ദിവസം രാവിലെ വെറും വയറ്റിലാണ് ഉലുവ കുടിക്കേണ്ടത്. ഇനി കൂടുതലായിട്ട് അതിൻ്റെ ഗുണങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കുതിർത്തിയ ആ ഉലുവ നിങ്ങൾ
ചവച്ചരിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉലുവയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ കൺസൾട്ടേഷന് വേണ്ടിയോ നിങ്ങൾക്ക് താഴെയുള്ള നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഫാത്തിമ തഷ്മിന ഫ്രം ഡോക്ടർ ഹിബ സരോവിയ ക്ലിനിക് പെരിന്തൽമണ്ണ.